വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് യുവർ സൂപ്പർ സ്പേസ്. കാർ ഇന്റീരിയറുമായി ബന്ധപ്പെട്ട സീരീസ് ഓഫ് വീഡിയോസ് ആണ് യുവർ സൂപ്പർ സ്പേസിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഐ ആം റിയാസ് കൈവിൽസ്, യുവർ ഓട്ടോ കൺസൾട്ടൻറ്റ്. വാഹനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്റീരിയറിൽ വരുന്ന പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ഘടകങ്ങളെക്കുറിച്ച് ഇതിനകം നമ്മൾ പറഞ്ഞു. അതിൻ്റെ സെലക്ഷനെ കുറിച്ച്, അതിൻ്റെ ക്വാളിറ്റിയും ബ്രാൻഡിനെ കുറിച്ച്, കളർ തീമിനെ കുറിച്ച് എല്ലാം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പലപ്പോഴും പലരും വിട്ടുകളയുന്ന ഒരു ഏരിയയാണ് ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ മെയിൻ്റനൻസും അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങിനെ സംബന്ധിച്ചും. ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആകുക എന്ന് വളരെ സുപ്രധാനം തന്നെയാണ്. ഒരു വാഹനം, ബ്രാൻഡ് ന്യൂ വാഹനം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ വാഹനത്തിൽ കയറുന്ന ഒരു ഫ്രഷ്നെസ് അത് നമുക്ക് എപ്പോഴും കിട്ടണമെന്നുണ്ടെങ്കിൽ പല വാഹനങ്ങളും ഒരു 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ ആ പ്ലഷർ നമുക്ക് കിട്ടാറില്ല. അതിൻ്റെ കാരണം ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പൂർണ്ണമായി സംരക്ഷിക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം. ഡ്യൂ പീരീഡിനകത്ത് നമ്മൾ കൃത്യമായി ഡീറ്റെയിലിംഗ് ചെയ്തുകൊണ്ട് ആ വാഹനം സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ചില വാഹനങ്ങൾ നമുക്കറിയാം, പലപ്പോഴും യൂസ് ചെയ്ത ബോട്ടിൽസ്, ജ്യൂസ് ബോട്ടിൽസ് എല്ലാം തന്നെ വാഹനത്തിൻ്റെ ഡോർ പാഡ്സിലെല്ലാം പല ഭാഗങ്ങളും അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സ് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പല ആളുകളും ബാക്ക് സീറ്റിനകത്ത് ഒരു സ്പേസ് കാണുന്നത് ഫയൽസും പേപ്പേഴ്സും കീപ്പ് ചെയ്യാനുള്ള സ്ഥലമായിട്ടാണ്. സാധാരണ രീതിയിൽ നമ്മുടെ വാഹനത്തിനകത്ത് ഒരു വ്യക്തി കയറുമ്പോൾ അവർ നമ്മളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ സാധ്യതയാണ്. ഇത്തരത്തിലുള്ളൊരു അൺവാണ്ടഡ് സാധനങ്ങളും അല്ലെങ്കിൽ വളരെ വൃത്തിഹീനമായി നമ്മുടെ കാർ ഇന്റീരിയർ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ നമ്മുടെ വാഹനത്തിൽ കയറ്റേണ്ടി വരിക എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ബാഡ് ഫീലിംഗ് നമ്മളെക്കുറിച്ച് തോന്നാൻ പാടില്ല. തീർച്ചയായിട്ടും കാർ ഇന്റീരിയർ നമുക്കൊരു മെൻ്റൽ സ്റ്റാറ്റസ് തന്നെയാണ്. കാരണം പലപ്പോഴും ഒരു ഡ്രൈവിനകത്ത് സെൽഫ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് അറിയാം, പല രീതിയിലുള്ള തിങ്കിങ് ഹാബിറ്റ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാർ ഇന്റീരിയറിലാണ്. ഇപ്പോൾ വളരെ അൺവാണ്ടഡ് ആയിട്ട് വൃത്തിഹീനമായ ഒരു ഇന്റീരിയർ സ്പേസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെൻ്റൽ പവറൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, ഫാമിലി ആയിട്ടും കുട്ടികളായിട്ട് യാത്ര സമയത്ത് പല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും നമ്മൾ ഈ വാഹനത്തിൽ വെച്ചുള്ള യാത്രയിലെ ചർച്ചകൾക്കിടയിൽ പങ്കുവയ്ക്കാറ്, അതിന് തീരുമാനമെടുക്കാറ്. അപ്പോൾ വാഹനം ഇൻറ്റീരിയർ മികച്ചതാക്കുക എന്നത് തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസിനെയും നമ്മുടെ പ്ലഷറിനെയും എൻഹാൻസ് ചെയ്യുന്ന കാര്യമാണ്. അത് ഡ്യൂ പീരീഡിനകത്ത് തന്നെ കാർ ഇൻറ്റീരിയർ മികച്ചതാക്കി നിർത്തുക എന്നതാണ്. അതിനനുയോജ്യമായ രീതിയിലുള്ള പ്രൊഡക്ട്സും ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റംസും നമ്മൾ യൂസ് ചെയ്യുക എന്ന് വളരെ പ്രധാനം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനം ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾ എന്തെല്ലാം സൊല്യൂഷൻസ് ആണ് എടുക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് ആ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള പ്രാധാന്യം മറ്റുള്ളവർക്ക് മനസ്സിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് റിയാസ് കൈവിൽസ്.